പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പോകുകയാണ് എന്നുള്ള വാർത്തയോട് വളരെ രൂക്ഷമായാണ് ഇന്ന് കെ മുരളീധരൻ പ്രതികരിച്ചത്. പൊതുവെ രാഷ്ട്രീയക്കാരെല്ലാവരും നല്ലവരാണ്, അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. ബി.ജെ.പിയിൽ വിജയം ഉണ്ടാവും എന്നുള്ളതിലാവും ആള് നിൽക്കണത്. പക്ഷെ ആളൊന്നും ഒരു കാര്യം ചെയ്യുന്ന ആളല്ല. ശരിയല്ലല്ലോ അത്. കെ കരുണാകരൻ്റെ ഈ സ്മൃതി മണ്ഡപത്തിൽ സംഘികളെ നിറങ്ങാൻ ഇനി അനുവദിക്കില്ലെന്ന കടുത്ത പ്രയോഗം തന്നെ അദ്ദേഹം നടത്തി. പത്മജയുടെ ഈ കൂടുമാറ്റം രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വലിയ വൈരത്തിനപ്പുറം രാഷ്ട്രീയ കേരളത്തിൽ എന്ത് ചലനങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രകാലം മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ വഹിച്ചിരുന്ന ആളുടെ മോളല്ലേ, മറ്റുള്ളവർ സാധാ ഒരു നേതാവിൻ്റെ അല്ലല്ലോ. അപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് പോകാൻ പാടില്ല. ഇപ്പോൾ ആന്റണിയിലായാലും ചക്കൻ ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഇവരൊക്കെ ഒരുപാട് ഈ പാർട്ടിയിൽ നിന്നും അനുകൂലങ്ങൾ പറ്റിയിട്ടുള്ള ആൾക്കാരല്ലേ. തൃശ്ശൂർ മണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി അതിശക്തനല്ലേ. ഇടതുപക്ഷ മുന്നണി പറയുന്ന സന്ദേശം ശക്തമായിരിക്കുന്നു. കോൺഗ്രസ് ഒരു റിക്രൂട്ടിംഗ് ഏജന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിലെ ഒരാൾക്ക് മതനിരപേക്ഷതയുടെ പേരിൽ, മതേതരത്വത്തിൻ്റെ പേരിൽ വോട്ട് ചെയ്താൽ ആ വോട്ട് ബി.ജെ.പിയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെടും. ആ MP നാളെ ബി.ജെ.പിയുടെ MP ആയിട്ട് മാറാം എന്ന് പറയുന്നതിന് കൂടുതൽ ശക്തി ലഭിച്ചിരിക്കുന്നു. വലിയ ഗുണമൊന്നും ഉണ്ടാവില്ലേ, സ്ഥിരമായിട്ട് അവർ ഒരു പാർട്ടിയിൽ നടന്നതല്ല. കിട്ടുന്നിടത്തേക്ക് എല്ലാ ആൾക്കാർ പോവുക, അത് കാരണം മന്ത്രിയുടെ ആൾക്കാർ പോയത് ഗുണം ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്, സപ്പോർട്ട് ഉണ്ടായിരിക്കും. വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്ത്യയിൽ കോൺഗ്രസ് പോലെയുള്ള പ്രസ്ഥാനത്തെ കാണുന്നത്. ആ പ്രസ്ഥാനത്തിൻ്റെ ഒരു അപജയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പത്മജയെ പോലെ തന്നെ നിരവധി നേതാക്കന്മാർ ഇപ്പോൾ ഒട്ടും മടിയില്ലാതെ മറുകണ്ഠം ചാടുന്ന ഒരു അവസ്ഥയാണ്. അതിനവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ന്യായങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തിൽ അവർ അധികാരം ഇല്ലാതെ ഒരല്പം പോലും ജീവിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് അത്തരത്തിലുള്ള ആളുകൾ. ഗുണം ചെയ്യാൻ സാധ്യത അങ്ങനെ പറഞ്ഞ ദൈവത്തിനും അറിയാം. അവിടെ കൂടെ അണികളുണ്ടാവും, അണികൾ കൂടെ ഉണ്ടാവും. പോയാൽ അത് ബി.ജെ.പിക്ക് ഗുണം ചെയ്യും. ഇവിടെ ഇലക്ഷൻ സുരേഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് കോൺഗ്രസിന് കനത്ത വെല്ലുവിളി ഉയർത്തും. അത് മതനിരപേക്ഷ വോട്ടുകളെ ഏകീകരിക്കുന്നതിൽ ഭീഷണിയുണ്ടാകും. രാഹുൽ ഗാന്ധിയുടെ പോലും ഭൂരിപക്ഷം കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.